സംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പുഴയിലൂടെ ഇപ്പോഴും ശരീരാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചാലിയാർ പുഴയുടെ അവിടെ നിന്ന് മലപ്പുറം DCC പ്രസിഡന്റ് ശ്രീ ജോയി അടക്കമുള്ള ആളുകൾ പറഞ്ഞു ശരീരഭാഗങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവരാണ് അവിടെ രക്ഷാപ്രവർത്തകരോടൊപ്പം നിന്ന് ബോഡിയെല്ലാം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ബാക്കിയുള്ള സ്ഥലത്തും മണ്ണിനടിയിൽപ്പെട്ടിരിക്കുന്ന ആളുകളെ കണ്ടുപിടിക്കാനും ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളെ കണ്ടുപിടിക്കാനുള്ള ഇന്നിപ്പോ രാവിലെ അത് ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ക്യാമ്പിൽ എല്ലാ സ്ഥലത്തും മൊബൈലായിട്ടുള്ള ഡോക്ടർമാരുടെ ഒരു സേവനം, പുറത്തുനിന്ന് വന്നിരിക്കുന്ന ഡോക്ടർമാരുടെ സേവനം കൂടി അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാമ്പുകളിൽ ഭക്ഷണത്തിന്റെയോ മെഡിസിന്റെയോ ഏത് സാധനത്തിന്റെയും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ പുറത്തുനിന്ന് തന്നെ ചെയ്യുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അത് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ ബോഡികൾ വരുമ്പോൾ ഫ്രീസറുകൾ കുറവുണ്ടെങ്കിൽ കണ്ടെയ്നറുകൾ ഫ്രീസറുകളാക്കി അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് ഞങ്ങൾ ആരോഗ്യ വകുപ്പിലെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. കണ്ടെയ്നറുകൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഫ്രീസറിന് പകരമായിട്ട് ഉപയോഗിക്കാം. ഫ്രീസ് ചെയ്ത കണ്ടെയ്നറുകൾ ഉപയോഗിക്കാം. ഫ്രീസർ കിട്ടാൻ ഇത്രയും ഡെഡ് ബോഡികൾ സൂക്ഷിക്കാനുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പെട്ടെന്ന് വീടുകളിലേക്ക് പോകാൻ പറ്റില്ല. ഒന്ന്, ഈ സ്ഥലത്ത് അവരുടെ വീട് നഷ്ടപ്പെട്ട സ്ഥലത്ത് പോയി വീട് വെക്കാൻ പറ്റില്ല അവിടെ. അപ്പൊ മറ്റൊരു സ്ഥലം കണ്ടെത്തി വീട് വെക്കുന്നത് വരെ ഈ ക്യാമ്പിൽ താമസിക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് വാടകയ്ക്കുള്ള വീടുകൾ അറേഞ്ച് കൊടുക്കണം. അതിന്റെ വാടക അവർ പുതിയ വീടെടുത്ത് ആ സ്ഥലം കണ്ടെത്തി വീട്ടിലേക്ക് താമസം മാറ്റുന്നത് വരെ അവരെ വാടക കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യണം. അങ്ങനെ എത്ര പേരാണ് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്തവരെന്നുള്ള ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് MLA എല്ലാം ഉൾപ്പെടെ ഒരു പഞ്ചായത്തിന്റെ മീറ്റിംഗ് കൂടുന്നുണ്ട്. അതിന്റെ ലിസ്റ്റും കണക്കും ഉദ്യോഗസ്ഥന്മാരോടൊപ്പം തന്നെ സഹകരിച്ചെടുത്തിട്ട് സാധാരണ ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ടും കൃത്യമായി അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രി നാളെ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. ആ സർവകക്ഷി യോഗത്തിലും ഞങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ സഹകരണവും ഉണ്ടാവും. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊടുക്കും. അത് പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നാളത്തെ മീറ്റിംഗിൽ അതിന്റെ അതൊരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കും. നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാറ്റി താമസിപ്പിക്കുന്നത് വരെ സ്ഥലം കണ്ടെത്തി മാറ്റി താമസിപ്പിക്കേണ്ടി വരും. ഈ സ്ഥലത്ത് വീട് വയ്ക്കാൻ പറ്റില്ലേ, ഇനി അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല അതൊരു പ്രോൺ ഏരിയയാണ്, ആക്സിഡന്റ് പ്രോൺ ഏരിയയാണ്. അങ്ങോട്ട് അവരെ പറഞ്ഞുവിടാനും പറ്റില്ല. വേറെ സ്ഥലം കണ്ടെത്തി വീട് വെക്കുന്നത് സ്വാഭാവികമായിട്ട് അതിനുള്ള ഒരു കാലതാമസം വരും. അതുവരെ റെന്റൽ ഹൗസിൽ വീട് എടുത്ത് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായ റെന്റ് അതുവരെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം നമുക്ക് എടുപ്പിക്കാൻ നമുക്ക് കഴിയും. അതാണ് അടിയന്തരമായി ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ. ക്യാമ്പിലൊന്നും ഒരു കാര്യത്തിനും കുറവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഉണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഏത് സാധനം ഞങ്ങൾ MLA പറഞ്ഞിട്ടുണ്ട്. എന്ത് സാധനം ക്യാമ്പുകളിൽ വേണമെങ്കിലും, ഭക്ഷണ സാധനങ്ങളോ ഡ്രസ് മെറ്റീരിയൽസോ ഏത് സാധനം വേണമെങ്കിലും കൊടുക്കാൻ UDF പ്രവർത്തകർ തന്നെ തയ്യാറായിട്ടുണ്ട്. മീനിറ്റ് ഇപ്പോ 2-3 ലോഡ് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏത് സാധനങ്ങൾ വേണമെങ്കിലും ഒരു കുറവും അവർക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഏത് സാധനങ്ങൾ വേണ്ടി എത്തിക്കാമെന്ന് MLAക്ക് ഞങ്ങൾ ഉറപ്പ് കൊടുക്കാം. ദുരന്ത സ്ഥലത്ത് രക്ഷാപ്രവർത്തകർക്ക് വേണ്ടത്ര വെള്ളവും ഭക്ഷണവും കിട്ടുന്നില്ല. ഉറപ്പായിട്ട് എത്തിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് എത്തിക്കാം, പരിഹരിച്ചോളാം. രാവിലെ എത്തിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഇത് അവിടെ എത്തിച്ചിട്ടുണ്ട്, റിലീസാക്കി അവിടെ എത്തിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പൊ എത്തിച്ചോളാം. നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ചോളാം കാര്യം. ഈ ദുരന്തത്തിന് എഫക്ട് ചെയ്യപ്പെട്ടതായിരിക്കുന്ന കുടുംബങ്ങൾ വലിയ മെന്റൽ ട്രോമയില്ല. ഞാൻ ഇന്നിപ്പോ രാവിലെ ഒരു 4 അവര് വേറെ കുടുംബ വീടുകളിൽ നേരിട്ട് അനുഭവം കണ്ട് മരിക്കുന്നത്, കുട്ടികൾ മരിക്കുന്നത്, വാവിട്ട് നിലവിളിക്കുന്നത്, മൂടിപ്പോകുന്നതൊക്കെ കണ്ടതായ ട്രോമ. അവര് ഉറങ്ങിയിട്ടില്ല, 2 ദിവസമായിട്ട് ഉറക്കം വരുന്നത്. അവര് പലരും മെന്റലി ഭയങ്കര പ്രശ്നത്തിലാണ്. അപ്പോൾ അവർക്ക് മുഴുവൻ ഒരു കൗൺസിലിങ്ങും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പാക്കിങ്ങും അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അത് ഉൾപ്പെടെ ഇപ്പം മെഡിക്കൽ ടീമുമായിട്ട് കൗൺസിലിംഗ്